എന്തിന് വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ അപ്പോൾ ഈ പാത്രം ഇതെന്നെ പാത്രമാണ്, ചെമ്പ് പാത്രം കേട്ടോ. പണ്ട് കാലത്ത് പല വീട്ടിലും ഇങ്ങനത്തെ ചെമ്പിൻ്റെ ഇത് ചെരുവം, ഇതിൻ്റെ വലിയ ചെമ്പുണ്ട്, അതുപോലെ തന്നെ ചെമ്പ് കലമുണ്ട് വലുത്. അങ്ങനെ ചെമ്പിൻ്റെ പല ഐറ്റംസ് നമ്മൾ പല സാധനങ്ങൾ പുഴുങ്ങാൻ, കപ്പ പുഴുങ്ങാൻ, നെല്ല് വാട്ടാൻ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ ഞാനും ഇതിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ടുണ്ട്, അടുപ്പിലേക്ക് വയ്ക്കാം. ഞാനും ഇതേ തീയിലേക്ക് വയ്ക്കുവാണേ. നമ്മുടെ പുറത്തുള്ള അടുപ്പയിലാട്ടോ തീ കത്തിച്ചതാ, മതിയായ പാത്രമല്ലേ, അതുകൊണ്ട് പുറത്താണ് വയ്ക്കണേ. അപ്പോൾ ഇപ്പോൾ ഞാനിതൊക്കെ തീ കത്തിച്ച് ഇത് കയറ്റി വെച്ചേക്കണേ ഇതാണെന്ന് പലർക്കും ചിന്തിച്ചിട്ടുണ്ടോ. നമ്മൾ മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടി കേട്ടോ, നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മഞ്ഞൾ പുഴുങ്ങി അങ്ങോട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ്. അതെ തീ കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടാട്ടോ, അതാ വെള്ളം വെച്ച് തട അടിയിലിട്ട് കൊടുക്കുക. തട അടിയിലിടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ, കണങ്ങുള്ളതോ. അപ്പോൾ അതെ തട അടിയിലിട്ടിട്ട് കണങ്ങ് വെള്ളം ഇട്ട് കൊടുത്ത് വസ്ത്രമുണ്ട്. ഇതൊന്ന് മൂടി വയ്ക്കണേ, ആവിയൊന്നും പോകാണ്ട്. ഞാൻ ഈ നൂൽച്ചാക്ക് എടുത്ത് മൂടി വയ്ക്കുക. നൂൽച്ചാക്കെ കത്ത് പിടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ. നൂൽ പരുവാവണം. ഇതെന്താ ഈ പരുവ, ഈ നൂല് പോലെ ഇങ്ങനെ വന്ന്, അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതായിട്ടോ. ഇനി നമുക്ക് ചെമ്പിൻ്റെ ഇതൊക്കെ വേണമായിരുന്നു, എന്താ തവിയൊക്കെ വേണമായിരുന്നു. അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. വെന്ത് പോയാലേ ചുക്ക് കുറയുമേ, കാരണം നമുക്ക് കൊടുക്കാനുള്ളവർക്ക് കേട്ടോ ചുക്ക് കുറയണേ ആ വിഷയം വന്നത്. പക്ഷെ നമുക്ക് കൊടുക്കാൻ ചൂട് തൊടരുതട്ടോ പറഞ്ഞു, എനിക്ക് പൊടിപ്പിക്കാനുള്ളതാണ്. ഇതൊന്ന് വാങ്ങാൻ പറ്റുമോ നോക്കൂ കേട്ടോ. മാറിക്കോട്ടെ പിള്ളേരെ, നല്ല ചൂടാണ്. കമത്തിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറുമ്പോൾ വെയിലത്ത് കൊണ്ടിടാം. തടയൊക്കെ ഒന്ന് കീറിയും കൂടെ ഇടണം, ചൂടാറണം. അപ്പോൾ ദേ മഞ്ഞൾ നന്നായിട്ട് ചൂടാറിയിട്ടോ. ഇനി ഇതേ മഞ്ഞത്തട ഇങ്ങനെ കീറി ഇടണം, അല്ലെങ്കിൽ ഉണങ്ങുമല്ലോ. അതാണ്ടോ ഇങ്ങനെ നാലായിട്ട് കീറിയിട്ടാൽ ഈ കണങ്ങിൻ്റെ കൂടെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിന് വേണ്ടി എൻ്റെ കയ്യിൽ നന്നായിട്ട് മഞ്ഞൾ പറ്റും. ഇത് അപ്പോൾ അത് തടയൊക്കെ കീറിയിട്ടുണ്ട്. ഇനി ഒന്ന് വെയിലത്ത് കൊണ്ടേ ഇടട്ടെ. മഞ്ഞൾ നിരത്തട്ടെ. നമ്മൾ ഈ വാർക്കപ്പൊക്കത്താണ് ഇടുന്നത്, നല്ല വെയിലല്ലേ, ഓരോന്ന് കീറാത്ത് കിടക്കണ്ടേ ഒന്നിച്ചായണ്ട്. അപ്പം നമ്മുടെ മഞ്ഞൾ ഇത്ര ഉള്ളൂ കേട്ടോ, നിരത്തി. നല്ല വെയില, നന്നായിട്ട് നിരത്തിയിട്ടിട്ടുണ്ട്, ഉണങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും ചെയ്യണേ. അപ്പോൾ ഇനി അടിപൊളി ഒരു അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.